കഥകൾ, നോവലുകൾ, യാത്രാ അനുഭവങ്ങൾ, ജീവചരിത്രം, അഭിമുഖങ്ങൾ എന്നിങ്ങനെ 30ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച എബ്രഹാം മാത്യുവിൻ്റെ ഏറ്റവും പുതിയ കഥാസമാഹാരമാണ് തിരുവല്ല അറ്റ് ദ റേറ്റ് ഓഫ് 2050 എന്ന ചെറുകഥ സമാഹാരം. 14 കഥകളാണ് 2024 ഒക്ടോബറിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതായ ഈ സമാഹാരത്തിലുള്ളത്. മലയാള സാഹിത്യത്തിൽ വായനക്കാരെ വായനയോടും സാഹിത്യത്തോടും അടുപ്പിച്ചു നിർത്തതിൽ മുൻനിരയിലുള്ള ഒരു സാഹിത്യകാരനാണ് ശ്രീ എബ്രഹാം മാത്യു. തിരുവല്ല അറ്റ് ദ റേറ്റ് ഓഫ് 2050 എന്നുള്ള ചെറുകഥ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ സവിശേഷമാർന്ന ശ്രദ്ധയാകർഷിച്ച ഒരു ചെറുകഥയാണ്. കേരളത്തിൽ വിവിധ മേഖലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുത്തു വരുമ്പോൾ ഒരു ഇടവക വികാരിയായി ഒരു അന്യസംസ്ഥാന വികാരി ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ള ഒരു പരാമർശമാണ് ആ കഥയിലെ മാധ്യമ ചർച്ചയ്ക്ക് ഇടയായി തീർന്നത്. മാർത്തോമാ സഭയിലെ തന്നെ ഒരു ഇടവക ശുശ്രൂഷകനായി ജോലി ചെയ്യുന്ന ഒരു ഒറീസ സ്വദേശിയെ പറ്റിയുള്ള വാർത്തയാണ് ഈ കഥയും, അല്ലെങ്കിൽ ഒരു പ്രവചനാത്മകമായി അല്ലെങ്കിൽ വന്നു ഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരനുഭവത്തെ ആ കഥ മാധ്യമ ലോകത്തിലേക്ക് റിപ്പോർട്ടിലേക്കും ചേർത്ത് നിർത്തിയത്. ഒരു അന്യ സംസ്ഥാന തൊഴിലാളി വികാരിയാകുന്നു അല്ലെങ്കിൽ ഇടവക ശുശ്രൂഷകനാകുന്നു എന്നുള്ളതിനേക്കാളും ഉപരി ഭാവിയിൽ എന്തായിരിക്കാം കേരളത്തിലെ സഭകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ കഥയിൽ കാണാൻ കഴിയുന്നത്. ഏകദേശം 37ഓളം പള്ളികൾ ഉള്ള നഗരത്തിൽ 2050 ആകുമ്പോൾ 7 പള്ളികളിൽ മാത്രമാണ് അംഗസംഖ്യയുള്ളത്. ബാക്കിയുള്ള ദേവാലയങ്ങൾ ബാർ ഹോട്ടലുകളായി രൂപാന്തരപ്പെട്ടു എന്നുള്ള സത്യാവസ്ഥ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന കൊച്ചുമകനോടൊപ്പം നടന്ന് തെരുവിലൂടെ നടക്കുമ്പോൾ വല്യപ്പച്ചനോട് കൊച്ചുമകൻ ബോധിപ്പിക്കുകയാണ്. യാന്ത്രികമായി ഇടപെടുന്നതായ മലയാളി വൈദികരുടെയും ശുശ്രൂഷകളുടെ അഭാവത്തിലുമൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഒരവസ്ഥാവിശേഷം സഭയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് ആ കഥയിലൊരു സൂചന നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വല്യപ്പച്ചൻ കൊച്ചുമകനെയും കൂടെ തെരുവിലൂടെ നടക്കുന്നത് അന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമീകരണം എന്ന് പറഞ്ഞാൽ വൃദ്ധജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രത്യേക ക്രമീകരണം അനുസരിച്ച് ഭക്ഷണം പൊതുവായി വന്ന് കഴിക്കുന്ന ഒരു മെസോളിലേക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ്. വല്യപ്പച്ചന് ദേവാലയങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു സംശയം, ഈ കൊച്ചുമകന് കുരിശ് വരയ്ക്കാനെങ്കിലും അറിയാമോ? അപ്പോൾ കൊച്ചുമകനോട് കുരിശ് വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. അത് ശരിയായ വിധത്തിൽ കുരിശ് വരയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കൊച്ചുമകനെ പരിശീലിപ്പിക്കാനായ ഉയർത്തിയ കൈ ചലിക്കാനായിട്ട് സാധിച്ചില്ല, അത് താഴോട്ട് വന്നില്ല എന്ന് പറഞ്ഞ് ആ കഥ അവസാനിക്കുകയാണ്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നതുപോലെ കുരിശു വരയ്ക്കേണ്ട കരങ്ങൾ നിശ്ചലമായി പോകുന്ന ഒരനുഭവത്തെ ഞെട്ടലോടുകൂടെയാണ് നമ്മൾ വായിച്ച് നിർത്തുന്നത്. ഒരുപക്ഷെങ്കിൽ യൂറോപ്പിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമൊക്കെ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ച അപജയം കേരളത്തിലും സംഭവിക്കാം എന്നുള്ളത് ഈ കഥയിൽ സൂചിപ്പിക്കുന്നു. ഈ കഥ കൂടാതെ തന്നെ ഒരു ഇന്ത്യൻ
പള്ളി എന്ന ഒരു ചെറുകഥ കൂടെ ഈ കഥാസമാഹാരത്തിലുണ്ട്. ഇന്ത്യൻ പള്ളി എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു പള്ളി പണിതുയർത്താൻ കേരളത്തിലെ ഒരു നാട്ടുമ്പുറത്തെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. 3000 ആൾക്കാരെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു വലിയ പള്ളി, 3 നിലകളിലുള്ള പള്ളി. അതിനു വേണ്ടിയിട്ടുള്ള പണപ്പിരിവിന് വേണ്ടി വിദേശത്ത് ഇതിൻ്റെ ചുമതലപ്പെട്ടവർ, സംഘാടകർ, ചുമതലക്കാർ പോയി നടത്തുന്ന പണപ്പിരിവിനെക്കുറിച്ചും അതിൻ്റെ ഓരോ കാര്യങ്ങളും ആ കഥയിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂദാശ നിർവഹണത്തിൽ ബിഷപ്പ് തിരുമേനി ഈ 3 നിലയിലുള്ള ദേവാലയത്തെ തൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി സവിശേഷമായി അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ആർക്കു വേണ്ടി മണി അടിക്കുന്നു എന്നുള്ള ആ ഒരു പഴയകാല അനുഭവം പോലെ, ആർക്കാണ് മണികൾ മുഴങ്ങുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ, ആരാണ് പള്ളിയിൽ വരുന്നത്? വലിയ ദേവാലയമാണ്, പക്ഷെങ്കിൽ 30 പേർ പോലും ആ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുന്നില്ല. ഇന്ത്യൻ പള്ളി എന്നുള്ള വിധത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള അതിൻ്റെ 3 നിലകളും ഒഴിഞ്ഞു കിടക്കുന്ന അനുഭവം. അപ്പോഴാണ് ഇടവക ചുമതലക്കാർ വൈന് ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ വിതരണത്തിനും ഒരു തട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾക്കും വേണ്ടി ഒഴിച്ചിടുന്നു. ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. അപ്പോൾ ഇടവകയിലേക്ക് അല്ലെങ്കിൽ ആരാധനയിലേക്ക് കൂടുതൽ ആൾക്കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആ വലിയ 3 നിലകളിലുള്ള ആ പള്ളിയിലെ ആൾക്കാർ അത് ക്രമീകരണം ചെയ്യുന്നത്. പക്ഷേ ആൾക്കാർ വരുന്നുണ്ട്. വീഞ്ഞ് ഉപയോഗിക്കേണ്ടവർ വീഞ്ഞിനും, ഭക്ഷണം കഴിക്കേണ്ടവർ ഭക്ഷണം കഴിക്കാനും വന്നതിന് ശേഷം അവർ ആ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നു. ആരും അവിടെ ആരാധനയ്ക്ക് എത്തുന്നില്ല. വലിയ ദേവാലയങ്ങളും ഗോപുരങ്ങളും പണിതുയർത്തുന്നതായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ഭാവിയിലെ നിഷ്ഫലത നമ്മൾ ഈ ചെറുകഥയിലൂടെ നമുക്ക് എബ്രഹാം മാത്യു വരച്ചു കാട്ടുന്നു. കടമനിട്ട എന്ന പേരിലുള്ള ഒരു ചെറുകഥ ഈ സമാഹാരത്തിലുണ്ട്. കടമനിട്ട എന്നുള്ളത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കവിതയുടെ ചൊൽക്കാഴ്ചയുടെ പ്രതീകമാണ്. പടയണിയുടെയും നാടൻ പാട്ടിൻ്റെയും ഒക്കെയുള്ള ഒരു മേഖല. കവിത ചൊല്ലുന്നതിലൂടെ അതിൻ്റെ ഘനഗംഭീരത്തിൽ അല്ലെങ്കിൽ സ്വന്തം കവിത രചനയിലൂടെ തനതായിട്ടുള്ള ഒരു മേഖല വെട്ടിപ്പിടിച്ച കവിയാണ് കടമനിട്ട. കടമനിട്ടയുടെ പേരിൽ അങ്ങനെ ആ സ്ഥലം അറിയപ്പെടുന്നു. എന്നാൽ ഈ കഥയിലെ നായകൻ വിദേശത്തു നിന്ന് ദീർഘകാലം പ്രവർത്തിച്ചിട്ട് കടമനിട്ട വന്ന് താമസിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കർഷകൻ എന്നുള്ള ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ കടമനിട്ടയിൽ വന്ന് പലരും റബ്ബറിൻ്റെ തൈ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ റബ്ബറിൻ്റെ തൈയൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ വരുന്നുണ്ട്. പരുമലയ്ക്ക് പോകാനായിട്ട് കുറച്ച് പേര് ബസ് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു ഇന്നോവയിൽ വന്നതായ ഒരാൾ വന്ന് ചോദിക്കുന്നു, കടമനിട്ടയുടെ വീട് എവിടെയാണ്? ദീർഘകാലം പ്രവാസത്തിലായിരുന്ന അദ്ദേഹത്തിന് ആ ചോദ്യം ഒരു പ്രത്യേകമായ വിധത്തിലാണ് തോന്നുന്നത്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഗൾഫിലെ ഒരു രാജ്യവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ദോഹയ്ക്കൊക്കെ ഒരു വീടുണ്ടാകുമോ? അല്ലെങ്കിൽ എന്തിനാണ് ഒരു ദേശത്തിന് ഒരു വീടുണ്ടാകുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച ശേഷം അദ്ദേഹം തനിക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് ബസ് വരികയും അവിടേക്ക് പോവുകയും ചെയ്യുന്നു. പോകുന്ന വഴിയിൽ ബന്ധിച്ചു കിടക്കുന്ന ഒരു പശുക്കിടാവിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്തതായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് ആ കഥയിൽ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ആവശ്യം തോന്നാത്തതൊന്നും എന്നെ ബാധിക്കുകയില്ല.
എനിക്കെന്തിന് സാഹിത്യത്തെയും കലാസാംസ്കാരിക രംഗങ്ങളെയും മറ്റുള്ള കാര്യങ്ങളും ഇടപെടണം? എന്നെ ബാധിക്കാത്തതൊന്നും, എനിക്ക് ആവശ്യം തോന്നാത്തതൊന്നും അതെന്നെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിക്കുമ്പോൾ മലയാളികൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ചെറുകഥയിൽ നൽകുന്നത്. ആത്മീയതയുടെ ഭാവിയുടെ അനിശ്ചിതത്വം മാത്രമല്ല, സാഹിത്യത്തിൻ്റെ അനിശ്ചിതത്വം കൂടെ ഈ കഥയിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറുകഥ കൂടെ ഇതിൽ വായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കന്നിവോട്ട് എന്നുള്ള ഒരു കഥയാണ് അതുള്ളത്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഒരു മലയാളി ദീർഘകാലം അവിടെ പ്രവർത്തിച്ചിട്ടും ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കുചേരുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാത്തതായിട്ടുള്ള ഒരാൾ. ഒരു പക്ഷേ സാംസ്കാരികമായി നമ്മൾ വളരെ മുന്നോക്കത്തിൽ ആണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും മറ്റു സംസ്ഥാനങ്ങളിലെ അവർ വോട്ട് ചെയ്യുകയും വേണ്ടതായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മലയാളി, അദ്ദേഹം ഇത്ര നാളായിട്ടും ഒരു വോട്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു ഇതര സംസ്ഥാനത്തിലെ ഓഫീസർ അല്ലെങ്കിൽ അവിടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നവർ പറയുമ്പോൾ രണ്ടും കൽപ്പിച്ച് വിമാന ടിക്കറ്റ് എടുത്ത് കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ വരികയാണ്. എന്നാൽ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് വോട്ടിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന മാതാപിതാക്കളെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് ആണ് ആ കഥയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് പോകുന്നു. തെരഞ്ഞെടുപ്പിന് വളരെ താല്പര്യത്തോടുകൂടെ അദ്ദേഹത്തിന് പോളിംഗ് ബൂത്തിൽ പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ കൊപ്ര ഉണക്കാനിട്ടിരിക്കുന്നത് ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയി എന്നുള്ള ഒരു സരസമായിട്ടുള്ള വിവരണത്തോടുകൂടിയാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. വളരെ കാത്തിരുന്ന് പ്രതീക്ഷയോടുകൂടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരാം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതും വല്ലവരും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു അതിനെ വളരെ സരസമായിട്ടാണ് ആ കഥ അവിടെ അവസാനിപ്പിക്കുന്നത്. കേരളത്തിൽ അടുത്ത സമയത്ത് സംഭവിച്ച നരബലിയുടെ പശ്ചാത്തലത്തിലും ഒക്കെയുള്ള കഥ ഇതിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും. നമ്മളുടെ ഇന്നത്തെ വർത്തമാന കാല അനുഭവങ്ങളിലെ പല യാഥാർത്ഥ്യങ്ങളെ ഒരുപക്ഷെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഒരു പ്രവചനാത്മക സ്വഭാവത്തോടുകൂടെ, ഒരു ദാർശനിക ഭാവത്തോടുകൂടെ നമ്മുടെ മുന്നിൽ വരച്ചിടുന്ന ഈ ചെറുകഥ സമാഹാരം ഒരു ഉള്ളിലെ ഒരു ഞെട്ടലോടുകൂടെ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റൂ. ഇത് നമ്മളെ രൂപാന്തരപ്പെടുകയും നമ്മളെ ഒന്നുകൂടെ ചിന്തിപ്പിക്കുകയും ജീവിതത്തിൻ്റെ ഒരു വ്യതിയാനം വരുത്തേണ്ട മേഖലകൾ നമ്മൾ എത്തിപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന പല കാര്യങ്ങളുടെയും നിരർത്ഥകതയെ സൂചിപ്പിക്കുന്ന കഥകളും സംഭവങ്ങളുമാണ്. മലയാള സാഹിത്യത്തിന് ഇനിയും കൂടുതൽ നല്ല രചനകൾ നൽകുവാൻ അദ്ദേഹത്തിനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നല്ല വായന അനുഭവമാണ് തിരുവല്ല @ 2050 എന്നുള്ളത്.